കടകംപള്ളിയെ കൊടുക്കാൻ മാത്രമുള്ള ഒരു മൊഴിയുമായിട്ടാണ് പത്മകുമാർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് താനുമായി പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ കടകംപള്ളിയുമായി പരിചയമുണ്ടായിരുന്നു, അവർ തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു, മന്ത്രിയും തന്ത്രിയുമായും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പരിചയമുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതൊരു തരത്തിൽ നോക്കിയാൽ പത്മകുമാർ കൈ കഴുകുന്ന രീതിയിൽ താൻ തെറ്റുകാരനല്ല, താനതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകുകയും അതേസമയം മറ്റൊരാളുടെ തന്നിലേക്ക് തെറ്റുകളെല്ലാം ചാർത്തി വെക്കുകയും ചെയ്യുന്ന രീതിയല്ലേ? അല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതായിരുന്നു, നമ്മൾ തന്നെ ചർച്ച എടുത്ത വിഷയമായിരുന്നു. തന്ത്രിയുടെ മൊഴിയാണോ എടുക്കേണ്ടത്, മന്ത്രിയുടെ മൊഴിയാണോ എടുക്കേണ്ടതെന്ന് പറഞ്ഞ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലും കണ്ഠരര് രാജീവരുടെ മൊഴിയെടുത്ത സമയത്ത് ആ മൊഴിയുടെ ഭാഗമായിട്ട് അതിൽ പറഞ്ഞിട്ടുള്ളത് ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പറഞ്ഞതിന്റെ പേരിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അത് കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ദേവസ്വം ബോർഡിന്റെ അറിവോടുകൂടിയാണ്. ദേവസ്വം ബോർഡിന് അപേക്ഷ കൊടുത്തുകൊണ്ട് മാത്രമാണ് അത്തരത്തിൽ എടുത്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. അപ്പം ഇന്ന് പറയുന്നത് എന്താണ്? ഇന്ന് പത്മകുമാറിന്റെ മൊഴിയിൽ പറയുന്നത് കണ്ഠരര് രാജീവരുമായിട്ടും അതേപോലെ തന്നെ ദേവസ്വം ബോർഡ് മന്ത്രിയുമായിട്ടും ഈ ഉണ്ണികൃഷ്ണന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണനാണ് ഇതിന്റെ എല്ലാം സൂത്രധാരൻ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചേർക്കുകയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഉണ്ണികൃഷ്ണനെ പോലെ ഒരാൾക്ക് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ല, ഒറ്റയ്ക്ക് വിചാരിച്ചുകൊണ്ട് മാത്രം ആ സ്വർണ്ണപ്പാളി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. അതിനും കൃത്യമായ ഒരു ഉത്തരം പത്മകുമാർ പറയുന്നുണ്ട്. ഈ ഒരു സ്വർണ്ണപ്പാളി പൊളിച്ചു മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തട്ടിക്കൊണ്ടു പോവുകയോ തട്ടിപ്പ് നടത്തുകയോ ചെയ്യാൻ വേണ്ടിയിട്ടല്ല കൊടുത്തുവിട്ടിട്ടുള്ളത്. അതിന് പുനർപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടെ കാലപ്പഴക്കം വന്നതുകൊണ്ട് തന്നെ അതിനെ മാറ്റി കുറച്ചുകൂടി ഭംഗിയാക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയതായിരുന്നു. ഈ ഒരു കള്ളത്തരമൊന്നും അതിന് പിന്നിലുണ്ടെന്നുള്ളത് അദ്ദേഹം അറിഞ്ഞില്ല എന്നൊക്കെയാണ് പത്മകുമാറിന്റെ മൊഴി. അല്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഉത്തരവാദിത്തമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനുള്ളത്? ശബരിമലയിൽ നിന്നും ഒരു സ്വർണ്ണപ്പാളി, അത് 4-5 കിലോ വരുന്ന ഒരു സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ട് പോയിട്ട് ഈ 2-3 കോടി രൂപയ്ക്ക് ഇവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഒരു വില കൽപ്പിക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ കൂടെയാണോ? ഇപ്പൊ 2-3 കോടി രൂപയുടെ ഒരു സാധനം കൊണ്ടുപോകുമ്പോൾ മിനിമം അതിനൊരു എസ്കോർട്ട് കൊണ്ടുപോകണ്ടേ, അല്ലെങ്കിൽ ഒരു പോലീസുകാരെ നിയമിച്ചാൽ പോരെ? കേരള പോലീസുമായി ആലോചിച്ചു ഒരാളെ, ഒരു ഉദ്യോഗസ്ഥനെ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് തന്നെ ഒരു ഉദ്യോഗസ്ഥനെ അവരുടെ കൂടെ പറഞ്ഞു വിട്ടാൽ പോരാണോ? അത് നടക്കുന്ന സമയത്താണെങ്കിലും പിന്നീട് അത് റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം വേണം. ശബരിമലയിൽ നിന്നുമാണ് ആ സ്വർണ്ണപ്പാളി വെളിയിലേക്ക് കൊണ്ടുപോകുന്നത്, ശബരിമലയ്ക്ക് പുറത്തേക്ക്. തിരിച്ച് ശബരിമലയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് റീചെക്ക് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉത്തരവാദിത്തമല്ലേ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിന് ഏതെങ്കിലും ഒരു കമ്മീഷനെ വെക്കട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരെങ്കിലും വെക്കട്ടെ, അത് സ്വർണ്ണമാണോ എന്ന് തെളിയിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. സ്വന്തം കൈ കഴുകിക്കൊണ്ട് എല്ലാം തന്റെ തെറ്റല്ല, താനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ പത്മകുമാർ കാണിക്കുന്നത്. പക്ഷേ അത്തരത്തിലൊരു രീതി കൊണ്ട് അദ്ദേഹത്തിന് അവിടെ രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്തിട്ട് പത്മകുമാറിനെ ആദ്യം തന്നെ റിമാൻഡിലെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു, പിന്നീട് കോടതിയിൽ ഹാജരാക്കുന്നു. കോടതി 2 ദിവസത്തേക്ക് കസ്റ്റഡിയിലേക്ക് വിടുകയാണ്. ഈ കസ്റ്റഡിയിൽ വിടുന്നത് എന്തിനാണ്? തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം പത്മകുമാർ ഇതിനകത്തൊന്നും പെട്ടിട്ടില്ല, ഞാൻ അയ്യോ പാവിയാണ്, എനിക്കിതൊന്നും അറിയത്തില്ലേ എന്ന് പറഞ്ഞ് കൈയഴുവി പോകാനൊന്നും കഴിയില്ല. പത്മകുമാറിന് കൊടുത്തുള്ള സ്ഥാനം എന്താണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സ്ഥാനമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവിതാംകൂർ രാജാവ് എങ്ങനെയായിരുന്നോ തിരുവിതാംകൂറിനെ ഭരിച്ചിട്ടുള്ളത്. ഈ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളെല്ലാം തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു. ആ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ക്ഷേത്രങ്ങളെ എല്ലാം ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് കൊടുക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവിടുത്തെ രാജാവിന്റെ, തിരുവിതാംകൂർ രാജാവിന്റെ എല്ലാ അധികാരങ്ങളും കൊണ്ടാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൊണ്ട് കൊടുക്കുന്നത്. തിരുവിതാംകൂർ ക്ഷേത്രങ്ങളിലെ ഏതെങ്കിലും മുതല്, ആ മുതലിന് ഒരു കല്ലാണെങ്കിൽ കല്ല്, ഒരു ചെറിയ തുണ്ട് ഭൂമിയാണെങ്കിൽ ഭൂമി, ഒരു കൽവിളക്കാണെങ്കിൽ കൽവിളക്ക്, അതിന് പോലും ഉത്തരം പറയേണ്ടത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശബരിമലയില്, കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്ന്, ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഉള്ള ക്ഷേത്രങ്ങളിലൊന്ന്, ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വരുന്ന ക്ഷേത്രത്തിലൊന്ന്, ആ ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളി എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ചെമ്പ് പ്രതിഷ്ഠിക്കുമ്പോൾ അത് ചെമ്പാണോ എന്ന് അറിയാൻ പോലും വയ്യെങ്കിൽ, അല്ലെങ്കിൽ കഴിയുന്നില്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പിന്നെ എന്തിനാണ്? അല്ല, പത്മകുമാറിന്റെ മൊഴി വന്നതിന് പിന്നാലെ കടകംപള്ളി വെട്ടിലായിരിക്കുകയാണ്. ഇനിയിപ്പോ അദ്ദേഹവും എത്രയും പെട്ടെന്ന് ജയിലിലേക്ക് എന്നുള്ളൊരു വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിലേക്ക്, പ്രത്യേകിച്ച് ലോക്കലി ഉള്ള ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളൊരു പുതിയ തന്ത്രം കൂടി കടകംപള്ളി ചെയ്തത് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്. അദ്ദേഹം കല്ലമ്പള്ളി വാർഡിൽ പോയിട്ട് അവിടെയുള്ള റോഡിന്റെ രീതികൾ എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ജനങ്ങളോട് സംസാരിച്ച് ഇവിടെ ഇത്ര പെട്ടെന്ന് ശരിയാക്കണം എന്നുള്ള രീതിയിലേക്ക് പറയുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഒരു തരത്തിൽ നോക്കിയാൽ ഒരു ഒളിച്ചോട്ടമല്ലേ ജനങ്ങൾക്ക് മുൻപിലേക്ക്? ഇതിലെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഭക്തജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ഭക്തിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മൾ കണ്ടതാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശന സമയത്ത് എങ്ങനെയാണ് ഭക്തർ പ്രതികരിച്ചിട്ടുള്ളത് എന്ന്. ഈ ഭക്തർക്ക്
അവരുടെ ദേവന്റെ മുതലാണ്, അവര് നൽകുന്ന അവരുടെ ഇഷ്ടദാനങ്ങളാണ് ഈ സ്വർണം എന്ന് പറയുന്ന കാര്യങ്ങളും ദേവസ്വം ബോർഡിലുള്ളത്. ആ ഭക്തർ കൊടുക്കുന്നതാണ്. അയ്യപ്പന്റെ അവിടെ ഇരിക്കുന്ന ഓരോ കാര്യങ്ങളും അത് ഭക്തർ കൊടുത്തിട്ടുള്ളതാണ്. ഭക്തരുടെ മനസ്സറിഞ്ഞ് അവിടെ നൽകുന്നതിന്റെ പ്രതിഫലങ്ങളാണ് അവിടെ കാണുന്ന ഓരോ കാര്യങ്ങളും. ഇന്ന് അവിടെയുള്ള ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും ഈ ഭക്തർ കൊടുക്കുന്ന പണം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്ഷേത്രത്തിൽ നിന്നൊരു മുതൽ പോകുമ്പോൾ കൈ കഴുകി പോകാമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റോ ദേവസ്വം ബോർഡ് മന്ത്രിയോ തന്ത്രിക്കോ വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പം തന്ത്രിയെ സംബന്ധിച്ച് എന്താണ്, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നത്. തന്ത്രിക്ക് അതിനകത്തൊന്നും വലിയ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്ത്രിക്കാണെങ്കിലും മേൽശാന്തിക്കാണെങ്കിലും വരിക, പൂജ കഴിക്കുക, പോവുക. എല്ലാ ക്ഷേത്രങ്ങളും അങ്ങനെ തന്നെയാണ്. തന്ത്രിക്ക് വേണ്ട അഭിപ്രായങ്ങൾ പറയാനുള്ള സാധ്യത കുറച്ചുകൂടി ഉണ്ട്. മേൽശാന്തിക്ക് അതുമില്ല. ഒരു കൊല്ലം വരിക, പൂജ ചെയ്യുക, രാവിലെ പോവുക, പൂജ ചെയ്യുക, വൈകിട്ട് പോവുക, പൂജ ചെയ്യുക. ദേവസ്വം ബോർഡിന്റെ സ്റ്റാഫുകൾ ആരെങ്കിലും വന്നിട്ട് ഇന്നതുപോലെ ചെയ്യണം അല്ലെങ്കിൽ ഇന്നത് ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറയുമ്പോൾ ആ സാധനം ഒപ്പിട്ട് കൊടുക്കുക. അതിനപ്പുറത്തേക്ക് അവർക്ക് അതിനകത്ത് കൃത്യമായിട്ട് ഒന്നും ചെയ്യാനില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ തന്ത്രിക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അതും അന്വേഷിക്കേണ്ടതാണ്. ഇപ്പൊ നമുക്ക് തന്ത്രിയെ അല്ലെങ്കിൽ മന്ത്രിയെ ആണെങ്കിലും നമുക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല ഇവർ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലോ. ഇത് തെളിയിക്കേണ്ടത് SIT ആണ് അല്ലെങ്കിൽ ഇവിടുത്തെ സംവിധാനങ്ങളാണ്. അത് തെളിയിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഭക്തജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇല്ലെങ്കിൽ ഇത് വലിയ രീതിയിലുള്ള ഭക്തജന പ്രതിഷേധങ്ങളിലേക്ക് പോകും. അത് കേരളത്തിലെ തന്നെ ഇവിടുത്തെ എല്ലാവരും കള്ളന്മാരാണ് എന്നുള്ള അല്ല, ഈ ഒരു കടകംപള്ളിയെ മാത്രമാണോ ഇപ്പോൾ കുടുക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ സംശയമാണ്. കാരണം കടകംപള്ളിക്ക് ശേഷം ഇപ്പോ വാസവൻ ആ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ സ്വാഭാവികമായും വാസവനെതിരെയും ഇത്തരത്തിലൊരു ആരോപണത്തിന്റെ മുൾമുന നീളുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇനി വാസവന്റെ പേര് ഉയർന്നു വരാൻ സാധ്യതയുണ്ടോ? ഇത് ശബരിമല അയ്യപ്പനൊരു ശക്തി ഉണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കള്ളം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മോഷ്ടിച്ചിട്ടുള്ള കള്ളന്മാരെ എല്ലാം കരയിക്കുന്ന ഒരവസ്ഥയിലേക്ക് അയ്യപ്പൻ കൊണ്ടെത്തിക്കും.